നിക്ക് നിക്ക്. ഇതെവിടെ നിന്നാണ് വന്നത്? ഇവൻ നമ്മളെ എല്ലാവരെയും മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പെയിന്റിങ്ങിന്റെ എഫക്റ്റ് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. അതാ പോകുന്നു, താഴേക്ക് വാ. ഒരു ഏണി വരയ്ക്കാം. ഏണിയാന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോ താഴെ വീഴുന്ന പരിക്കേൽക്കും. വിഡ്ഢികളെ, നിങ്ങൾക്കറിയില്ലേ അവൻ എന്ത് വരയ്ക്കുന്നുവോ അത് കാണാതെ പോകും. പിന്നെ എന്തിനാ എന്റെ പുറകെ താഴേക്ക് ഇറങ്ങിയത്? ഇനി വാതിലൂടെ ഞാൻ പോകും പുറത്തേക്ക്. പിന്നെ കാണാം. ചുമരിക്കൂടെ പുറത്തേക്ക് പോയോ? ഇവൻ എന്താ ഭൂതമാണോ? അതെ, ചുമരിൽ കഥകുണ്ടാക്കി ആ വഴിയിലൂടെ അവൻ രക്ഷപ്പെട്ടു. ഇതില് ഭൂതം ഉണ്ടാകേണ്ട കാര്യം എന്താ ഉള്ളേ? ഞങ്ങളുടെ ചുമരിലും കഥകുണ്ടാക്കിയിട്ടുണ്ട്. അതുവഴിയാ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നേ. ഞങ്ങള് ജനാലയിലൂടെ വരെയും പുറത്തേക്ക് പോകും, അല്ലേ കൊച്ചളിയ? അത് യഥാർത്ഥ കഥകല്ല. അവൻ ചുമരിൽ കഥകിന്റെ പടം വരച്ചാണ് രക്ഷപ്പെട്ടത്. തണുപ്പ് കാലം വന്നാൽ റോഡിലെല്ലാം മഞ്ഞു പൊഴിയും. പെയിന്റിംഗിലെ കഥകളിലൂടെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അടികൈ. അതുപോലെ അവൻ കയറിന്റെ പടം വരച്ച് അതുവഴി മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ കയറ് കാണാതെ പോയി. അവൻ എന്ത് വരയ്ക്കുന്നുവോ അത് ഉടൻ തന്നെ കാണാതെ പോകുന്നു. എന്റെ ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ ഉടൻ തന്നെ പോയി ഡോക്ടർ ബാലുവിനെ കാണും. നിങ്ങൾ പറയുന്നത് ഡോക്ടർ ബാലു ആ കള്ളനെ പിടിക്കാൻ നമ്മളെ സഹായിക്കുമെന്നാണോ? അല്ല, നിങ്ങളുടെ തലയിൽ അസുഖം തീർക്കാൻ അദ്ദേഹം നമ്മളെ സഹായിക്കും. സംശയമുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നെന്ന് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ? നിങ്ങൾ പറയുന്നത് എനിക്ക് വട്ടാണെന്നാണോ? സോറി സർ, എന്നാൽ അങ്ങ് പറയുന്നത് കേട്ടാൽ ആർക്കും അങ്ങനെ തോന്നുള്ളൂ. കണ്ണ സാർ, ഇതാ ചെക്ക്. കാശ് എടുത്ത് ഉടൻ തന്നെ എന്റെ പിള്ളേർക്ക് കൊടുത്തേക്ക്. എന്നാൽ ഇൻസ്പെക്ടർ പാണ്ഡ, കുറച്ച് ദിവസം ലീവ് എടുത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. മോനെ, ബാങ്ക് മാനേജർ അങ്ങാണോ? അതെ. ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ചന്ദ്രൻ എങ്ങനെയാണ് കാണാതെ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ചുവരിങ്ങനെ നശിപ്പിക്കുന്നത്? അടികൈ. ഞാനിപ്പോ നിങ്ങളുടെ ബാങ്ക് കൊള്ളടിക്കാൻ പോവുകയാണ്. ഇൻസ്പെക്ടർ പാണ്ഡ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഈ കള്ളൻ സത്യത്തിൽ ഉള്ളത് തന്നെയാ. നമ്മളാണ് വിശ്വസിക്കാത്തത്. അപ്പൊ ഇവൻ ഭൂതമാണോ? അല്ല, അവന്റെ കയ്യിൽ മാജിക്കൽ സ്കെച്ച് പെൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് പടം വരയ്ക്കുന്നോ അത് യഥാർത്ഥമായി തീരും. ഒരു ചുമര് വരച്ച് ഉമാർക്കിട്ടൊരു പണി കൊടുക്കാം. വലിയ ഹീറോ ആവാൻ നോക്കണ്ട മാനേജർ. മര്യാദയ്ക്ക് കാശ് മുഴുവൻ എടുത്ത് വെക്ക. ക്രിക്കറ്റിൽ എന്നും ഇന്ത്യ മാത്രമേ ജയിക്കൂ. എന്റെ പോക്കറ്റിൽ 60 രൂപ 50 പൈസ മാത്രമേ ഉള്ളൂ. അടികൈ. നിന്റെ പോക്കറ്റിൽ നിന്നല്ല, ബാങ്കിലുള്ള മുഴുവൻ കാശെടുത്ത് വെക്കാനാ പറഞ്ഞതാ. എന്നെ ഷൂട്ട് ചെയ്യരുത്. ഇതാ പൈസ. താൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാ അത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇയാൾ ഷൂട്ട് ചെയ്യും സാർ. ഞങ്ങൾ ഉള്ളപ്പോ ബാങ്ക് നിനക്ക് കൊള്ളടിക്കാൻ കഴിയില്ല. ഏതായത് എന്റെ പെണ്ണിന്റെ ശക്തിയെല്ലാം കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ രക്ഷപ്പെടാം.
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ആരും ഇവിടെ നനങ്ങി പോകരുതാ. കാക്കയുടെ നിറം എന്നും കറുപ്പാ. എന്റെ പണി ഇതോടെ പോകുന്നുള്ള കാര്യം ഉറപ്പാ. അടികൈ. എന്റെ സമയം ഇന്ന് നന്നായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഡസ്റ്റ്ബിനകത്തേക്ക് വരേണ്ടി വരുമായിരുന്നു. സംശയമുണ്ടോ? നോക്ക്, അവൻ രക്ഷപ്പെട്ടു പോകുന്നു. ഞാൻ പുറകെ പോകാം. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ നീ വെറുതെ വാചകം അടിക്കുന്നേ? അവരെ നമുക്ക് തടയാൻ കഴിയില്ല. ഇത് വാട്ടർ ഗണ്ണാ. ഇതും ഒരു വലിയ ആയുധം തന്നെയാ. വേഗം വാ. അവൻ ഇവിടെയുണ്ട്. വാ വാ, വന്നു നോക്ക. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എന്നാ വാ, എന്നെ പിടിക്ക. വേഗം വാ, വന്ന് പിടിക്ക. ഇതെന്താ, വെള്ളം കൊണ്ടപ്പോ മാഞ്ഞു പോയല്ലോ. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നോക്കട്ടെ, ഇന്ന് ആര് തടുക്കുമെന്ന്. നിനക്കിട്ടൊരു പണി ഞാൻ തരുന്നുണ്ട്. ഇതിൽ വെള്ളം തീർന്നു പോയി. എന്തായി കാണിച്ചതാ? നീ കലക്കിയുടെ ഹണി. ഇവന്റെ മുഴുവൻ ശക്തിയും ഇവന്റെ സ്കെച്ച് പെനിലാണുള്ളത്. സംശയമുണ്ടോ? അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്ക. ഉടൻ തന്നെ വെള്ളം ഒഴിച്ച് അവന്റെ കയ്യിലെ വടി മായ്ച്ചു കളയാം. എടാ, അത് ഒറിജിനൽ തടിയാണ്. സംശയമുണ്ടോ? ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്താ കരുതിയത് എനിക്ക് സ്കെച്ച് വരയ്ക്കാൻ മാത്രം അറിയാന്നാണോ? ഓ, രക്ഷപ്പെട്ടു. എന്താ പറ്റി?
അവൻ ദാ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. നിനക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങൾ വരയ്ക്കുന്ന സ്കെച്ച് പെൻ തന്നേക്കാം. അത് വെച്ച് നന്നായി ജയിലിൽ വരച്ചു പഠിക്കേ. സംശയമുണ്ടോ? കൊച്ചളിയ, ഇവൻ എന്നെക്കാളും വലിയ കഴുതയാണ്. ഇവന് ബാങ്ക് കൊള്ളടിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? വീട്ടിലിരുന്ന് സ്കെച്ച് പേന കൊണ്ട് നോട്ട് വരച്ചാ മതിയായിരുന്നല്ലോ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കാതെ പോയത്? കാരണം എന്നെ പോലെ നിന്റെ തലക്കകത്തും ഒന്നുമില്ല. ഇനി ഇതൊരിക്കലും ആർക്കും കിട്ടാൻ പാടില്ല. ആ, അതാണ് നല്ലത്. അത്യാഗ്രഹമാരെയും വെറുതെ വിടില്ല. സംശയമുണ്ടോ?